മണാശ്ശേരി ശ്രീ മേച്ചേരി ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് ജനുവരി 13 മുതൽ തുടക്കമാവും. 7 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മണാശ്ശേരി ശ്രീ മേച്ചേരി ശിവക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിരുവുത്സവം ജനുവരി 13 മുതൽ 19 വരെയുള്ള 7 ദിവസങ്ങളായി നടക്കും. കോഴിക്കോട് കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാനപ്പെട്ട ഉത്സവങ്ങളിലൊന്നായി ഈ ഉത്സവം മാറിയിട്ടുണ്ടെന്ന് സംഘാടകർ മുഖത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഉത്സവത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ താന്ത്രിക ക്രിയകളും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കിഴക്കുംപാട്ട് വാസുദേവൻ നമ്പൂതിരിപ്പാടിൻ്റെയും മേൽശാന്തി മുതുവന കൃഷ്ണൻ നമ്പൂതിരിയുടെയും കാർമ്മികത്വത്തിൽ നടക്കും. ഉത്സവാഘോഷങ്ങൾ ഡോക്ടർ ജയകുമാർ ചെയർമാനും കപ്പിയടത്ത് ചന്ദ്രൻ ജനറൽ കൺവീനറുമായ ഉത്സവ കമ്മിറ്റിയും ക്ഷേത്ര കമ്മിറ്റിയും ക്ഷേത്രം മാതൃസമിതിയും ചേർന്നാണ് നിയന്ത്രിക്കുന്നത്. ഉത്സവത്തിൻ്റെ എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകൾക്കുള്ള പ്രസാദവൂട്ടിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും ക്ഷേത്രം സ്റ്റേജിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ തിരുവാതിരക്കളി, കരോക്കെ ഗാനമേള, നൃത്തനൃത്യങ്ങൾ, ചാക്യാർകൂത്ത്, നാടകം, പ്രഭാഷണങ്ങൾ എന്നിവയും നടക്കും. പ്രഭാഷകൻ VK സുരേഷ് ബാബു ഉത്സവത്തിൻ്റെ 1-ാം ദിവസം രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തും. 2-ാം ദിവസം രാത്രി കോഴിക്കോട് ദൃശ്യകല അവതരിപ്പിക്കുന്ന കതിരവൻ എന്ന സിനിമാറ്റിക് ഡ്രാമ, 5-ാം ദിവസം രാത്രി മേച്ചേരി നാട്യകലാ സമിതിയുടെ കണ്ണകി എന്ന നാടകം, ഉത്സവത്തിൻ്റെ അവസാന ദിവസം ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ വിജയി ശ്രീനന്ദ് വിനോദ് നയിക്കുന്ന തൃശൂർ അലൻസിൻ്റെ മെഗാ ഗാനമേള എന്നിവയും നടക്കും. ഉത്സവത്തിൻ്റെ 4-ാം ദിവസം വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് വെസ്റ്റ് മണാശ്ശേരിയിൽ നിന്നും ആരംഭിച്ച് ക്ഷേത്രത്തിലെത്തുന്ന വരവാഘോഷത്തിൽ കേരളത്തിലെ ഗജരാജലക്ഷണ പെരുമാൾ എന്നറിയപ്പെടുന്ന പാമ്പാടി രാജൻ തിടമ്പേറ്റും. കൂടാതെ താലപ്പൊലി, പഞ്ചാരിമേളം, ശിങ്കാരിമേളം, പൂക്കാവടി, ടാബ്ലോ, DJ തുടങ്ങി നിരവധി കലാരൂപങ്ങളും അണിനിരക്കും. ഉത്സവത്തിൻ്റെ 6-ാം ദിവസം മണാശ്ശേരി കൊളപ്പുറം ക്ഷേത്ര സമീപത്തുള്ള മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന പള്ളിവേട്ട താലപ്പൊലിക്ക് ഗജരാജൻ, ഗുരുവായൂർ ചെന്താമരാക്ഷൻ മഹാദേവൻ്റെ തിടമ്പേറ്റും. കൂടാതെ ഉത്സവത്തിൻ്റെ ഭാഗമായ കളമ്പാട്ട് താലപ്പൊലിയിലും നൂറുകണക്കിന് വനിതകൾ താലപ്പൊലി എടുക്കും. ഈ വർഷത്തെ തിരുവുത്സവം 2025 ജനുവരി 13 മുതൽ 19 വരെയുള്ള 7 ദിവസങ്ങളായിട്ട് നടക്കുകയാണ്. ആചാരത്തിൻ്റെ ഔന്നിത്യം കൊണ്ടും ആഘോഷങ്ങളുടെ ലാളിത്യം കൊണ്ടും ഈ മഹോത്സവം കിഴക്കൻ മലയോര പ്രദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളൊന്നായി മാറിയിട്ടുണ്ട്. ഉത്സവത്തിൻ്റെ എല്ലാ ദിവസവും ആയിരങ്ങൾക്ക് പ്രസാദമൂട്ടിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും ക്ഷേത്ര സ്റ്റേജിൽ രാപ്പകൽ വ്യത്യാസമില്ലാതെ തിരുവാതിരക്കളി, കരോക്കെ ഗാനമേള, നൃത്തനൃത്യങ്ങൾ, ചാക്യാർകൂത്ത്, നാടകം, പ്രഭാഷണങ്ങൾ എന്നിവ നടക്കുന്നു. പ്രശസ്ത പ്രഭാഷകൻ ശ്രീ VK സുരേഷ് ബാബു ഉത്സവത്തിൻ്റെ 1-ാം ദിവസം രാവിലെ 11 മണിക്ക് ക്ഷേത്രത്തിൽ പ്രഭാഷണം നടത്തുന്നുണ്ട്. 2-ാമത്തെ ദിവസം രാത്രി കോഴിക്കോട് ദൃശ്യകല അവതരിപ്പിക്കുന്ന കതിരവൻ എന്ന സിനിമാറ്റിക് ഡ്രാമ, 5-ാം ദിവസം രാത്രി മേച്ചേരി നാട്യകലാ സമിതിയുടെ കണ്ണകി എന്ന നാടകം, ഉത്സവത്തിൻ്റെ അവസാന ദിവസം ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ വിജയി ശ്രീനന്ദ് വിനോദ് നയിക്കുന്ന തൃശൂർ അലൻസ് അവതരിപ്പിക്കുന്ന മെഗാ ഗാനമേളയും എന്നിവയും ക്ഷേത്രം വേദിയിൽ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ചിലത് മാത്രമാണ്. 7 ദിനരാത്രങ്ങൾ മലയോര മേഖലയ്ക്ക് ആധ്യാത്മികാഘോഷങ്ങളുടെ ഉണർവ് നൽകിയാണ് ഇത്തവണ തിരുവുത്സവം നടക്കുന്നതെന്നും സംഘാടകർ പറഞ്ഞു. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഉത്സവ കമ്മിറ്റി ജനറൽ കൺവീനർ കപ്പിയടത്ത് ചന്ദ്രൻ, ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KV ഹരി, സെക്രട്ടറി രാജൻ പാലക്കുന്നത്ത്, അജയചന്ദ്രൻ ഇന്ദീവരം എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മുക്കം.